കാട്ടിൽ ഒരു അനിയത്തിപ്രാവും ഒരു ചേട്ടത്തിപ്രാവും ഉണ്ടായിരുന്നു. ചേട്ടത്തിപ്രാവ് മഹാദുഷ്ടിയായിരുന്നു. അനിയത്തിപ്രാവിനെ മിക്കപ്പോഴും ഉപദ്രവിക്കും. കിട്ടുന്ന ആഹാരത്തിൽ വലിയ പങ്ക് എപ്പോഴും ഏട്ടത്തിപ്രാവ് എടുക്കും. പാവ അനിയത്തിപ്രാവ്. ചേട്ടത്തി എന്ത് ചെയ്താലും അനിയത്തിപ്രാവ് ഒന്നും മിണ്ടില്ല. എല്ലാം സഹിച്ച് മിണ്ടാതിരിക്കും. അങ്ങനെ ഒരു ദിവസം അവർ തീറ്റ തേടി നടക്കുമ്പോൾ അവർക്ക് കുറേ പയർമണികൾ കിട്ടി. ഇവിടെ ഇഷ്ടം പോലെ പയറുമണികളുണ്ട്. മുഴുവൻ കൊത്തിയെടുത്തോ. നമുക്കിത് കൂട്ടിൽ കൊണ്ടുപോയി വറുത്തു തിന്നാം. സഞ്ചി നിറഞ്ഞു. വേഗം വാ, നമുക്കിനി കൂട്ടിലേക്ക് പോകാം. ഈ നാഴി നിറയെ പയറുണ്ട്. ഒരെണ്ണം പോലും നീ കട്ടു തിന്നരുത്. ഇത് വേഗം നീ വറുത്തു വെക്ക്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ വന്നിട്ട് പയറളന്നു നോക്കും. അനിയത്തി, നീ പയറു വറുത്തോ? വറുത്തു ചേട്ടത്തി. മുഴുവനുണ്ട്. ഒന്നുപോലും ഞാൻ എടുത്തിട്ടില്ല. നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ അളവ് പാത്രം ഇങ്ങോട്ട് എടുക്ക്. എടി കള്ളി, നീ എന്നെ പറ്റിച്ചല്ലേ? പയറു നീ കട്ടു തിന്നുവല്ലേ? അയ്യോ ഇല്ല ചേട്ടത്തി, ഞാൻ ഒരു മണി പയർ പോലും എടുത്തിട്ടില്ല. സത്യം. കള്ളി, നീ നുണ പറയുന്നോ? നിന്നെ ഞാൻ... അങ്ങനെ ചേട്ടത്തിപ്രാവ് അനിയത്തിപ്രാവിനെ കൊത്തി കൊത്തി കൊന്നു. എന്നെ പറ്റിച്ചാൽ ഇതാണ് ശിക്ഷ. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോൾ അടിച്ചു. ഇത് മുഴുവൻ വറുത്ത ഒറ്റയ്ക്ക് തിന്നണം. ഏതായാലും ഒന്ന് അളന്നു നോക്കാം. കൃത്യം ഒരു നാഴിയുണ്ട്. അങ്ങനെ ചേട്ടത്തിപ്രാവ് പയർ വറുക്കാൻ തുടങ്ങി. ഹാവൂ, അങ്ങനെ വറുത്തു കഴിഞ്ഞു. ഇനി ഒന്നുകൂടി അളന്നു നോക്കാം. ഇതെന്ത് പറ്റി? അയ്യോ, പയറ് വറുക്കുമ്പോൾ കുറഞ്ഞു പോകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അയ്യോ, ഞാൻ എന്റെ അനിയത്തിയെ വെറുതെ കൊത്തിക്കൊന്നല്ലോ. കഷ്ടം. ആ ചേട്ടത്തിപ്രാവ് എന്തൊരു ദുഷ്ടയാ. ശരിയാ. എന്നിട്ട് ആ ചേട്ടത്തിപ്രാവ് എന്ത് ചെയ്തു? അവളിപ്പോഴും ഇതിലെല്ലാം കരഞ്ഞു നടക്കുന്നുണ്ട്, അനിയത്തിയെ തേടി.